Come on, പറ്റും. Two. Yep. Guys, welcome back to my channel. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വ്ളോഗ് ചെയ്യാണ് തിരിച്ച്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ജിമ്മിലെ ട്രെയിനറാണ് ഉണ്ണി. K11 അല്ലേ? K11 സ്കൂൾ ഓഫ് ഫിറ്റ്നസ് ആൻഡ് നമുക്ക് ഡെഡ് ലിഫ്റ്റിന് മുമ്പ് ഒരു 3 സെറ്റ് ഗുഡ് മോർണിംഗ് എക്സസൈസ് ചെയ്യാം. Considering as a warm up before deadlift and targeting muscle groups is erector spine. Wow. Start. So first workout good morning ആണ്. Come on. 4. First routine മിസ്സായി. ഉണ്ണി ആ വീഡിയോ എടുത്തില്ല. Second routine 13 kilo 10 reps. 10 reps. 30 plus 10 kg bar for you. Okay, start. Uh-oh. Set up. What's more? That's back action. Okay, now you go. Yes. നമുക്ക് ഇത്രയും പോയില്ലെങ്കിലേ വെയിറ്റ് ലെസ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലാണ് ചെയ്തത്. ഞാൻ പോകുന്നു. ബൈ. ഗുഡ് നൈറ്റ്. ഏതാ വെയിറ്റ് ചെയ്ത് 10 ഇട്ടാ ചെറിയ വെയിറ്റ് അല്ലേ? മറ്റേ വലുതാക്കിയിട്ട് 2 ചെറുതിട്ടല്ല. ഇതാണ് നല്ലതല്ലേ? പ്രോഗ്രസീവ് കറക്റ്റ് ആയിരിക്കും. Okay. Start. 10 reps. And functional. Come on. 1, 2, 3. ഫസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ണി ചെയ്ത കണ്ടോ? സ്റ്റാൻഡിലേതാണ്. നമ്മുടെ ഈ 10ന്റെ പ്ലേറ്റ് ചെറുതാണ്. സോ നമുക്ക് ആ ഹൈറ്റ് കറക്റ്റ് ആവുന്നില്ല. ഡെഡ് ലിഫ്റ്റ് തിരിച്ച് റിട്ടേൺ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജിമ്മിൽ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും സ്റ്റാൻഡ് വയ്പ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ്, അല്ലാതെ പക്ഷെ അത് നമ്മുടെ ലാൻഡിങ് കറക്റ്റാകുന്നില്ല. നമ്മൾ ഹൈറ്റ് കുറച്ച് അത്ര വലിയ ഹൈറ്റ് ഒന്നുമല്ല നമ്മൾ, അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തത്. നല്ല ഉണ്ണി. 7, 8, 2, 9, your wife calling. Yes. സംഭവം 5 reps നീ എന്താ പറഞ്ഞത്? ഇത് നമ്മൾ 5 സെറ്റ് ചെയ്യും. ഫസ്റ്റ് സെറ്റിൽ 10 നമ്പേഴ്സ് 10, 8, 6, 4, 2. ഇതാണ് നമ്മളുടെ ഡെഡ് ലിഫ്റ്റിന്റെ. കാരണം ഡെഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം അഡീഷണൽ മസിലൊന്നും വരാൻ പോകുന്നില്ല. നമ്മളൊരു ഒബ്ജക്റ്റ് താഴത്തു നിന്ന് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, നമുക്ക് ആവതുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു റെപ്പ് കൂടെ നമ്മൾ ചെയ്യും, ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, come on. 1, 2, 3, 4, come on, 5, 6, 7, come on, 8 നമ്പർ. ഓക്കെ, ഞാനും 8 നമ്പർ. ഓൾറെഡി എൻ്റെ ഇതെല്ലാം പ്രോഗ്രസീവ് ഞാൻ ട്രാക്ക് ചെയ്യണുണ്ട്. നമ്മളെല്ലാ വർക്കൗട്ടിലും ഏത് സെക്ഷനിലായാലും നമ്മളെ പ്രോഗ്രസീവ് കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോകുന്നതാണ് വരുന്നത്. നമ്മളെ ജിമ്മിലും അതാണ് അജണ്ട അല്ലേ? വർഷങ്ങളായിട്ട് സാർ ചെയ്യുന്നത് അതുപോലെ അല്ലേ? പ്രോഗ്രസീവ് ചെയ്ത് ബുക്കിൽ നോട്ട് ചെയ്ത്. നമ്മൾ ഒരു ജിമ്മിലും അങ്ങനെ ഒരു സംഭവം ഞാൻ നോർമൽ ട്രെയിൻ PT അല്ലെങ്കിൽ പോലും അവരെ പ്രോഗ്രസീവ് ട്രാക്ക് ചെയ്യാനാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ ട്രെയിനേഴ്സും.
മാക്സിമം പ്രോഗ്രസീവ് ട്രാക്ക് ചെയ്ത് തന്നെ നിങ്ങളും ചെയ്യുക. ഓക്കെ. ശരി ശരി. 2 3 yes. Come on, maximum effort. 4 yes. 5 yes. Perfect. 6 2 more last 2 last one yes. Okay. Yes. ഞാൻ സപ്പോർട്ട്, അതാണ് എൻ്റെ സ്റ്റൈൽ. ഇത് കാണുന്ന പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സ്, പവർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിന് സ്ട്രാപ്പ് ഉപയോഗിക്കുക. ഞാൻ ഫസ്റ്റ് രണ്ടും ഒരു വാമപ്പ് പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ്. കയ്യിലെ പവർ അറിയണമല്ലോ നമ്മളിപ്പോൾ 70 കിലോ ആണ്, 70 കിലോ ആണ് ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത് ഉണ്ണി സ്ട്രാപ്പ് ഉപയോഗിക്കില്ല, ഉണ്ണി ചോക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോക്ക് പൗഡർ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്റ്റൈൽ അതാണ്. പക്ഷെ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ ഇറങ്ങാനായിട്ട് അതിനു വേണ്ടി ആ ഒരു പർപ്പസിന് വേണ്ടി ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് സ്ട്രാപ്സ്. ഓക്കെ ഓക്കെ. ഇതെൻ്റെ സ്ട്രാപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ എടുക്കാം. ഉണ്ണി ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുക്കാതെ. നെക്സ്റ്റ് സെറ്റ് 70, 80, 90 കിലോ. Come on. 1. Come on. 2. Come on. 3. Come on. 4. Come on. 5. Come on. 6. 6 rep. Chest height, shoulder. Okay. Maximum effort lift ചെയ്തോ. 6 reps. 1. Stand up and lift. 2. 3. 3 more. 3. Yes. 2. Last one. Chest high, shoulder high. Okay. Up. Set. Tough ആയിരുന്നു. Start. 112 kilo. Come on. Come on. 1. Come on. 2. Come on. 3. Come on. Come on. 4. 4 up. Only. Maximum effort. You should have come on. പറ്റും. Take a deep breath and do deadlift. ഒറ്റ ഉറപ്പ് മതി. 100 ആക്കി. Yes. Fail. Okay. Come on, sir.
Maximum effort, maximum effort. Yes, yes, yes. One. Yes. Yes, last one, last one. Last one, last one. Okay, set. Huh? 4 reps, 4 reps. One more. Chest high, shoulder high. Okay. Zero. Guys, ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. ബിക്കോസ് മിസ്റ്റേക്സ് ചെറുതായിട്ട്. സമയം 10:10 രാത്രി, സാറ്റർഡേ. എല്ലാവരും നല്ല മൂവിയൊക്കെ, അതെ, എല്ലാവരും നല്ല മൂവിയൊക്കെ കണ്ട് ബാറിൽ പോയി 2 ചില്ലൊക്കെ അടിച്ചിരിക്കുന്ന സമയം അല്ലേ? കുഴപ്പമില്ല, ചേടാ. 1 അടിപൊളി. എത്ര റബ്ബ്? ഓക്കെ, ലാസ്റ്റ് 1 2 ഗുഡ്. എത്ര പ്ലേറ്റ് ഉണ്ട്? 5 പ്ലേറ്റ് ഉണ്ട്. ഇതിപ്പോ 112 kgs ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ബാറും നമ്മൾ പൊക്കുന്ന വെയിറ്റ് ആണ് കേട്ടോ. Maximum effort. Yes. 7.5. 105 ആക്കാം. പറ്റുന്നില്ല. പ്രോഗ്രഷൻ. ഓക്കെ, സ്റ്റാർട്ട്. 5ാമത്തെ സെറ്റ്. 105 ചെയ്തു. 10 ചെയ്ത് ട്രൈ ചെയ്ത് നടക്കില്ല. 105 Only 2 reps. No pre-workouts, no supplements. 2 പ്രാന്തന്മാർ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, രാത്രി 10:15. മാക്സിമം എഫർട്ട്. വിഷയുടെ മാക്സിമം എഫർട്ട്. അത്രേ ഉള്ളൂ. യെസ്. One more. Maximum effort. ചുമ്മാ എടുത്തെറിയരുത്. കമ്മോൺ. യെസ്, അത്ര ഉള്ള. പിന്നല്ല. യെസ്. ഞാൻ സോപ്പ് അപ്പുറത്ത് മാറ്റി. 5ാമത്തെ സെറ്റ് നല്ല ടഫായിരുന്നു. 2 പ്രാവശ്യം വെയിറ്റ് മാറ്റി. രാവിലെ ഉണ്ണിയുടെ യഥാർത്ഥ പേര് രാഹുൽ എന്നാണ് കേട്ടോ. അടുത്ത വെയിറ്റ് 132, 132 കിലോ. ഇത് ഞാൻ ചെയ്യണമല്ല, രാഹുൽ ചെയ്യാനാണ്. രാഹുൽ നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ. ഞാൻ 2 ഇയർ ആയുള്ളൂ ജിം ഫീൽഡിൽ വന്നിട്ട്. അറിയാലോ, നമ്മളെ വെയിറ്റൊക്കെ കുറച്ച് പതുക്കെ നമുക്ക് പതുക്കെ ആയാൽ ആ ഒരു സെറ്റപ്പിലേക്കാണ്. ഓക്കെ, കമോ. ബോഡി വെയിറ്റാ ബാർ നമ്മളെ. ഓക്കെ, പ്രോഗ്രസീവ്. ഓക്കെ, കമോൺ. 1. Come on. 132 kilo. Second rep going. Come on. 2. Yep. Okay. Good. എങ്ങനെ ഫീലിംഗ്? എങ്ങനെ കിളി പോയാ? ഇനി എത്ര റപ്പ് ഉണ്ട്? കഴിഞ്ഞ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് 5 സെറ്റ് 6 സെറ്റ്. 110 ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഞാൻ പതുക്കെ പ്രോഗ്രസ് ചെയ്യാനുള്ള പരിപാടി. ഇന്ന് രാഹുൽ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്ന അവർ പണ്ടേ ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്ത് പതുക്കെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്നാണ്. നല്ല ഹെവി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ അവർക്ക് അത് പറ്റും.
നിങ്ങൾക്കറിയാലോ എൻ്റെ പഴയ വീഡിയോ കണ്ടറിയാം, ഞാൻ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് നീ രാഹുല ആൻസർ അല്ലേ ചെയ്യാൻ? ഞാൻ അബ്ഡമൻ ചെയ്യാം. ഓക്കെ, സി നമ്മൾ ട്രെയിനറായാലും ആരായാലും ജിമ്മിലെ സാധനങ്ങൾ എടുക്കുന്ന സ്ഥലത്ത് അതേപോലെ കൊണ്ടുപോയിക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഓണേഴ്സിനും അല്ലെങ്കിൽ ഇവിടെയുള്ള എംപ്ലോയീസിനുമാണ് മെനക്കേട്. വെയിറ്റുകൾ അൺലോഡ് ചെയ്യാനുള്ള അതാത് സ്ഥലങ്ങൾ കാണും. നമ്മൾ ഇത്രയും കിലോ ഒക്കെ നമ്മൾ അൺലോഡ് ചെയ്യാതായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പാവം ട്രെയിനേഴ്സൊക്കെ ആയിരിക്കും തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. സോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് തിരിച്ച് അതേപോലെ വരണം. ഞാനും ട്രെയിനറാണ്, രാഹുൽ ആൾസോ ട്രെയിനർ. സോ അതാ സ്ഥലങ്ങളിൽ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വയ്ക്കാൻ വേണോ? കമോൺ ഉണ്ണി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, കമോൺ. 1 2 3 കമോൺ. 1 കമോൺ 2 3. ബൈസ് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ്, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് ഒക്കെ വ്യത്യാസം വരും അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഒരു റിയൽ ഇട്ടപ്പം ഒരുത്തം പറഞ്ഞു ഭയങ്കര റോങ് ആണെന്നൊക്കെ പറഞ്ഞു. കുറച്ച് വെയിറ്റ് ഹെവി ആയിപ്പോയി അല്ലേ? കമാ 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 ഡു ഇറ്റ്. ഓക്കേ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൊട്ടീൻ ഇവിടെ തീരെയാണ്. 10:30 ആയി. ജിമ്മ് ക്ലോസ് ചെയ്യണം. ഏകദേശം ജിമ്മെല്ലാം ഒതുക്കി ഉണ്ണി ഞാൻ ഇറങ്ങാണ്. സ്ട്രെച്ച് ചെയ്ത് അബ്ഡമൻ ചെയ്തു. ഉണ്ണി ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്, സർട്ടിഫൈഡ് ട്രെയിനറാണ്. സോ നമുക്ക് എല്ലാ ഡൗട്ടും തീർത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ചെയ്യുക, എല്ലാവരും വെയിറ്റ് കുറയ്ക്കുക. യെസ് യെസ്, ഉണ്ണിയുടെ ട്രാൻസ്ഫോർമേഷനും കൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ്, ലൈക്ക്. യെസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.